നോക്കുകയാണ് അമ്മ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും അമ്മവും കൂടിയിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മയുണ്ട്, ബട്ട് അമ്മ കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ, ഓൺ ദ വേ. സോ വി ആർ ഹിയർ അറ്റ് ഹൈലൈറ്റ് മാൾ. ഇതൊക്കെ ഞാൻ ഇടുമോ? നമ്മൾ മാത്രമല്ല. സോ ഷോപ്പിംഗ് ചെയ്യണം, കാണിച്ചു തരാം. അതിപ്പോൾ എന്ത് പറയാനാണ്. ബാ ഷോപ്പിംഗ് ചെയ്യാം. എന്താ മോഡ് കാണാൻ? എന്താ എടുക്കണം? ഭയങ്കര സെലക്റ്റീവ് ആയതുകൊണ്ട് അമ്മൊന്നും ഇഷ്ടമായില്ല. നമുക്ക് അടുത്ത കടയിലേക്ക്. എങ്ങടാ പോണേ? നമ്മുടെ ബാംഗ്ലൂർ ഇങ്ങനെ കുറെ കിട്ടും. ഇവിടെ ഉണ്ട് മോതിരങ്ങൾ, നല്ല രസം. ഇത് വന്നിട്ട് ആങ്ക്ലെറ്റ് ആണ് ഗൈസ്. അതിന് മാച്ച് ആയിട്ട് നിഞ്ചിക്ക് മാച്ച് കൊള്ളാം. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു പൈസ ഇല്ലേ? കുറെ സാധനങ്ങൾ ഉണ്ട് ഗൈസ്. ഇതെന്റെ പുതിയ ചൊറിയാണ്, ബട്ട് രസമുണ്ട് തോന്നുന്നു. ദൈവമേ, എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ തല്ലി ഓടിക്കും. മാക്സിൽ കയറാം. അമ്മ ഇത് സർപ്രൈസ് ചെയ്യിക്കാം. ഇത് അമ്മയുടെ എന്തായാലും പറയാ, അമ്മ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ട് മൂക്കില്. പോയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളെപ്പോൾ തിരിച്ചു പോകുന്ന ആർക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. കിട്ടുമായിരിക്കും. അങ്ങനെ അവിടെ കുറച്ച് പൈസ കളഞ്ഞ് നമ്മൾ അടുത്ത കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് വാങ്ങാൻ വേണ്ടി പോകുന്നവരാണ് ആ രണ്ട് പേര്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സുന്ദരിമണി രത്നങ്ങൾ ഇരിക്കുന്നുണ്ടോ? പറയണേ കേൾക്കൂ. എൻ്റെ മൂക്കിൽ ഇത് കണ്ടിട്ട് എന്താ അമ്മയുടെ അഭിപ്രായം? ഇഷ്ടാവില്ല, ചീത്ത പറയുന്ന വിചാരിച്ച് എടുക്കാൻ പോണ ഓട്ടം കണ്ടോ. ഫുഡ് റെഡിയായി. ഇതാണ് നമ്മൾ. ഓ എങ്ങനെയുണ്ട് അമ്മ? അമ്മ എങ്ങനെയുണ്ട്? എനിക്ക് ആക്ച്വലി എന്താ മറ്റേ ഗോബി മഞ്ചൂരിയനൊന്നും ഇഷ്ടമല്ല. ഈ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും പറയാ, പനീർ ചില്ലി പനീർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും അമ്മവും കൂടിയിട്ട് ലുലുവിലേക്ക് വന്നേക്കാണ്. കാപ്പിപ്പൊടി വാങ്ങാനുണ്ട്. അയ്യോടാ, ഒരു കാപ്പിപ്പൊടിക്ക് ലുലുവിലേക്ക്, വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാ. ലുലു പോയി വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത്, ഇതെന്താ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നേ? ലൈക്ക് ഇത് അലൗഡ് അല്ല. അവിടെ എഴുതി വെച്ചേക്കണേ കണ്ടില്ലേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ എടുക്കുമായിരുന്നു. അപ്പം ആദ്യം ആള് കുറച്ച് ഇച്ചിരി എന്താ പറയാ റൂഡായിരുന്നു, ബട്ട് സ്റ്റിൽ പിന്നെ കൂളായി. പക്ഷെ എന്തിനാണ് അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് തന്നെ അറിയില്ല അത് എന്തിനാണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് അവിടുത്തെ സ്റ്റാഫിന് തന്നെ അറിഞ്ഞൂടാ. അവര് പറഞ്ഞില്ലേ എന്നൊക്കെയാണ് ചോദിക്കണത്. എനിവേസ് ഓരോ നിയമങ്ങൾ. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തൊക്കെയാ കിട്ടുക നോക്കി നോക്കാം. സാറ്റിസ്ഫൈഡ് അല്ല അല്ലേ? ഒട്ടുമല്ല അല്ലേ? തോന്നുന്നുണ്ട്. അവിടെ പാൻറ്. അങ്ങനെ ഇവിടുന്ന് ഒരു വിധം കട വാങ്ങിച്ച് നമ്മള് എല്ലാരും കൂടി ഇല്ലത്തേക്ക് പോകണം. നേരെ സിനിമയ്ക്ക് പോവാണ് ഗൈസ്. നിങ്ങളുടെ മൂവാണ് എന്ത് നമുക്ക് ഭ്രാന്ത. രാവിലെ 11 മണിക്ക് തുടങ്ങിയതാ. ഇതുവരെ ആയിട്ടും വീട്ടിൽ കയറി ഇറങ്ങി ക്ലാസ് ഉണ്ട്. നമ്മള് രാത്രി 11 മണിക്ക് എന്തോ വന്ന്, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.